ഞങ്ങളുടെ നാട്ടിൽ കൊല്ലം ജില്ലയിൽ ഒരു പള്ളിയിൽ വിവാഹം നടന്നു, നിക്കാഹ് നടന്നതിന് ശേഷം രണ്ടാമത് ആ പെൺകുട്ടി ഒരു അമുസ്ലിമായത് കാരണം അവരുടെ മതപ്രകാരമുള്ള ഒരു കല്യാണവും നടന്നു. വലിയ ചർച്ച. എന്നോട് ചോദിച്ചു, ഉസ്താദ് നിങ്ങളുടെ നാട്ടിലല്ലേ എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ പറയരുത്. അങ്ങനെ ഒരു വിവാഹം നടന്നു, ശരി തന്നെ, അത് തെറ്റ്, ആര് ചെയ്താലും തെറ്റ് തന്നെ. പക്ഷെ ആ പെൺകുട്ടി അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയാ. ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായ പെൺകുട്ടി അള്ളാഹുവിന്റെ ദീനിലേക്ക്, ഇസ്ലാം മതം മനസ്സിലാക്കി ആ പെൺകുട്ടി അള്ളാന്റെ ദീനിലേക്ക് കടന്നു വന്നവളാ. ആ ദീനിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയുടെ കുടുംബക്കാര് അങ്ങനെ ഒരു ചടങ്ങ് നടത്തി. അതിനകത്ത് വാപ്പയും കുടുംബക്കാരും സാക്ഷികളായി. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒരിക്കലും തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷെ ആ ഒരു നാട് മുഴുവനും, ഒരു മഹല്ല് മുഴുവനും നാണം കെടുത്തുന്ന രീതിയിൽ പലരും പരിശോധിച്ചുകൊണ്ടിരിക്കുക. നട്ടല്ലില്ല, നട്ടലുള്ള ആരുമില്ല എന്ന് ചോദിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കാസർഗോഡുകാരായ, ഈ പഠനക്കാരായ നിങ്ങൾ പോലും അത് ചോദിക്കുന്ന അവസ്ഥയിൽ എത്തിയെങ്കിൽ ആരാ നിങ്ങളുടെ കയ്യിൽ അത് എത്തിച്ചത്? ആരാണ് നിങ്ങളുടെ കയ്യിൽ ഈ വീഡിയോ എത്തിച്ചത്? ഞാൻ ചിന്തിക്കുന്നത്, ആ പെൺകുട്ടിയോ, ആ പെൺകുട്ടിയുടെ ഭർത്താവോ, പെൺകുട്ടിയുടെ ഭർത്താവിന്റെ വാപ്പയോ അള്ളാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷെ നീ എന്താ നിന്നെ കൊണ്ട് ചിന്തിക്കാത്തത്? നീ ചെയ്ത തെറ്റാരുടെ മുമ്പിൽ നീ പറയും. നീ ഇത് ഷെയർ ചെയ്തല്ലോ, ഇത് പരസ്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഒരു മഹല്ലിനെ മുഴുവനും, ആലിമീങ്ങളെ മുഴുവനും ചോദ്യചിഹ്നമായി നിർത്തുന്ന ഒരു സമൂഹമുണ്ടല്ലോ. എടോ, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്ക്. ആ പെൺകുട്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു കുട്ടിയാ. ആ കുട്ടി ചിന്തിക്കുകയാ, അപ്പൊ ഇതാണ് ദീന്, ഇതാണ് ഇസ്ലാം ദീൻ. എടാ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ പെൺകുട്ടി അറിവില്ലാതെ ഒരു കാര്യം അവരുടെ കുടുംബക്കാർ ചെയ്തതിന്റെ പേരിൽ എല്ലാരും കളിയാക്കുന്നു, പരിഹസിക്കുന്നു, ഫേസ്ബുക്കിൽ എഴുതിയിടുന്നു. അപ്പൊ ഇതാണ് ദീൻ എന്ന് കരുതിയിട്ട് ആ പെൺകുട്ടി എങ്ങാനും ഈ ദീനിൽ നിന്നും മടങ്ങിപ്പോയാൽ ആരാണ് അതിന് കാരണക്കാരൻ? ഈ വീഡിയോ ഷെയർ ചെയ്തവർ, ഇത് എഴുതി കൊടുത്തവർ. ആ പെൺകുട്ടി അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരവസ്ഥ വന്നാൽ ഈ പാപം എവിടെ കൊണ്ടു നിൽക്കും സഹോദര? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കറിയാം, പരിശുദ്ധമായ ദീനിന് വലിയ ചോദ്യചിഹ്നമായി എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവരുടെ മുമ്പിലേക്ക് അള്ളാന്റെ ദീനിനെ നാണം കെടുത്താൻ നമ്മൾ തന്നെ വഴിയൊരുക്കി കൊടുക്കുകയാ. ഒരാളുടെ ഇസ്സത്തിന്റെ വില എന്തെന്നറിയോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ കഅബാലയം കണ്ടു. കഅബാലയത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, കഅബേ, നിനക്ക് ആദരവുണ്ട്, നിനക്ക് ബഹുമാനമുണ്ട്, നിനക്ക് വലിയ സ്ഥാനമുണ്ട്. നിന്നെ അല്ലാഹു അലങ്കരിച്ചത് സ്വർഗ്ഗത്തിലെ കല്ലുകൊണ്ട് വന്നിട്ടാ. നിനക്ക് വല്ലാത്ത സുഗന്ധമാ. നിന്നെ കാണാൻ, നിന്നെ ഒന്ന് തൊടാൻ, നിന്റെ ചാരത്ത് വരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഅബയെ നോക്കിയിട്ട് പറയുകയാ, അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നെക്കാളും സ്ഥാനം ഒരു മുസ്ലിമിന്റെ ഇസ്സത്തിനുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ മുമ്പിൽ ഈ കഅബാലയത്തിനേക്കാളും മഹത്വമുണ്ട് ഒരു മനുഷ്യന്റെ ഇസ്സത്തിന്. അതുകൊണ്ടാണ് ആവശ്യമില്ലാത്തത് പറയരുതെന്ന് പറയുന്നത്. കള്ളു കുടിച്ചാൽ അല്ലാഹു പൊറുക്കും, വ്യഭിചരിച്ചാൽ അല്ലാഹു പൊറുക്കും, നീ എന്ത് പാപം ചെയ്താലും അല്ലാഹു പൊറുക്കും. കാരണം അല്ലാഹു കാരുണ്യമാന, അല്ലാഹു ഗഫൂറ, അല്ലാഹു റഹീമ, അല്ലാഹു യജമാനനും നീ അടിമയുമാ. എന്നാൽ ഒരാളെ നമ്മൾ മോശക്കാരനാക്കി, അവനെ നാണം കെടുത്തി, അവനെ വേദനിപ്പിച്ചു, അല്ലാഹുവോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവനോട് തന്നെ പൊരുത്തം ചോദിക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നടന്നതിന്റെ പേരിൽ അത് ഷെയർ ചെയ്യുന്ന, അത് ചർച്ച ചെയ്യുന്ന, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു സ്വഭാവം നല്ലതല്ല. അതൊരിക്കലും നല്ലതല്ല. അവസാനം അതിന്റെ ആഖിബത്ത് മോശമായി പോകുന്ന, നരകത്തിലേക്ക് വീണു പോകുന്ന വലിയ ഒരു തെറ്റായി അതിനെ കാണാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ ദീനിന് നാണം കെടുത്തുന്ന ഒരു കാര്യവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല.